രോഗിയായിരുന്ന നിമിഷങ്ങളിൽ തൻ്റെ മരണം അടുത്തു എന്ന തിരിച്ചറിഞ്ഞ നിമിഷങ്ങളിൽ അദ്ദേഹം എഴുതിയ ഒരു മരണത്തിൻ്റെ നിത്യതയിലേക്കുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ടിന് ശബ്ദം കൊടുത്തത് മിഥില മൈക്കിളാണ്. ഇന്ന് അച്ഛൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് ആ പാട്ടൊന്നും കൂടെ പാടി അച്ഛനെ കേൾപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മിഥിലയോട് നമുക്ക് ചോദിക്കാം, അച്ഛനുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്തായിരുന്നു? പ്രത്യേകിച്ച് ഈ പാട്ട് തിരഞ്ഞെടുക്കാനായിട്ട് മിഥിലയെ വിളിക്കാൻ കാരണം? ആദ്യം തന്നെ അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഒരുപാട് വിഷമമുണ്ട്, അതേസമയം തന്നെ ഒരുപാട് വേദനകളിൽ നിന്നും അദ്ദേഹം മുക്തി നേടി എന്നുള്ളൊരു ആശ്വാസവുമുണ്ട്. ഈ പാട്ട് എഴുതുന്ന സമയത്ത് അച്ഛൻ കിടക്കയിലാന്ന് പറയാൻ പറ്റില്ല, അസുഖം ഡയഗ്നോസ് ചെയ്തതിന് ശേഷം തന്നെ എഴുതിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛൻ അതെന്നോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അച്ഛൻ തന്നെയാണ് എൻ്റെ വോയിസ് തിരഞ്ഞെടുത്തതും അച്ഛൻ എന്നെ വിളിച്ചതും. അച്ഛൻ തന്നെയാണ് മോളി പാട്ട് പാടണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, അച്ഛൻ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കാര്യമെല്ലാം വിശദമായിട്ടൊരു വോയിസ് മെസ്സേജായിട്ട് 2 വോയിസ് മെസ്സേജസ് ആയിട്ട് എനിക്ക് അയച്ചു. എല്ലാവരും പറയുന്ന പോലെ തന്നെ വർഷങ്ങളായിട്ട് അച്ഛനുമായിട്ട് പരിചയമുള്ള ആൾക്കാരും പറഞ്ഞു കേട്ട ഒരു കാര്യം ഇത് തന്നെയാണ്. അച്ഛൻ ആദ്യം മുതലേ പറയുന്നത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. ഇതിനകത്തും അത് തന്നെയാണ് അച്ഛൻ പറയുന്നത്. അതായത് നമ്മൾ എന്ത് സൽക്കർമ്മം ചെയ്തു എന്നതിൻ്റെ ബേസിലല്ല ദൈവം നമ്മളെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ ഉദാരതയാണ്, ദൈവത്തിൻ്റെ ആ ഒരു കാരുണ്യവും സ്നേഹവും മാത്രമാണ് സ്വർഗത്തിന് നമ്മളെ അവകാശികളാക്കുന്ന കാര്യങ്ങൾ എന്നാണ് അച്ഛൻ ഈ വരികളിലും സൂചിപ്പിച്ചത്. അച്ഛൻ്റെ വോയിസ് മെസ്സേജിലും വ്യക്തമായിട്ടുണ്ടായിരുന്ന ഒരു സന്ദേശം അത് തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴും അച്ഛൻ്റെ ഭൗതിക ശരീരത്തിന് മുമ്പിലിരുന്ന പാട്ട് പാടിപ്പോൾ മിഥില ഒത്തിരിയേറെ ഒരു വലിയൊരു വികാരത്തിൻ്റെ ഒരു മേഖലകൾ കടന്നു പോകുന്നുണ്ട്. അത് ആ പഴയ അച്ഛനും ഇത് കണ്ടുകൊണ്ടായിരുന്നല്ലോ അച്ഛൻ എഴുതിയിരുന്ന ഓർമ്മകളായിരുന്നോ കടന്നു പോയത്? തീർച്ചയായിട്ടും അതിൻ്റെ വരികൾ അങ്ങനെ തന്നെയാണ്. ഇനിയൊരു ജന്മം ഇവിടെ ഇല്ലേലും നീ എന്നെ വീണ്ടെടുത്തല്ലോ. ഇനിയൊരു ജന്മം ഇവിടെ ഇല്ലേലും നീ എന്നെ വീണ്ടെടുത്തല്ലോ. നീ നിത്യഭാഗ്യം നാഥ, നീ നിത്യഭാഗ്യം നാഥ. തീർച്ചയായിട്ടും ഒത്തിരിയേറെ നന്ദി മിഥില. ദൈവം അനുഗ്രഹിക്കട്ടെ.